നമ്മളിന്ന് നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള റൈസ് റെസിപ്പി ആട്ടോ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മളിതാ ഒരു പാത്രത്തിലേക്ക് ഏകദേശം 2.25 കപ്പോളം കൈമ റൈസ് ആട്ടോ എടുത്തുള്ളത്. എന്നിട്ട് നമ്മളിത് നന്നായിട്ട് വെള്ളം ഒഴിച്ചൊരു 1-2 തവണ ഒന്നിങ്ങനെ കഴുകിയെടുക്കുക. അപ്പോൾ കഴുകി നന്നായിട്ടൊന്ന് സ്ട്രെയിൻ ചെയ്യാൻ വെക്കുന്നുണ്ട്. ആ സമയത്തേക്ക് നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് കുറച്ചധികം തന്നെ ഏകദേശം 1 കപ്പോളം മല്ലിയില, പിന്നെ ഒരു 10-12 കുറച്ചധികം തന്നെ വെളുത്തുള്ളി, ഒരു കുടം വെളുത്തുള്ളി എടുത്തോളൂ. അതുപോലെ തന്നെ കുറച്ച് വലിയൊരു പീസ് ഇഞ്ചി കഷ്ണങ്ങളാക്കിയത്, പിന്നെ ഗ്രാമ്പൂ, പട്ട, ഏലക്ക ഇത്രയും ചേർത്ത് കൊടുത്ത് നമ്മൾ മിക്സിയിൽ വെള്ളമൊന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല കേട്ടോ. നമ്മൾ ജസ്റ്റ് ഇതുപോലെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കുക്കറിലാണ് വെക്കുന്നത്. എന്നിട്ട് അതിലേക്ക് നമ്മൾ ഓയിലാണ് ഒഴിച്ചു കൊടുത്തത്. അപ്പോൾ അതിലേക്ക് വേണമെങ്കിൽ കുറച്ച് നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഒരു സവാള, ഒരു ചെറിയ സവാളയാണ്, അപ്പോൾ തിന്നായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇതുപോലെ ഒന്നിങ്ങനെ ഒന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് സൈഡിലേക്ക് മാറ്റിയിട്ട് നമ്മൾ ഇതിലേക്ക് നേരത്തെ മിക്സിയുടെ ജാറിൽ നമ്മൾ അടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ അതൊന്ന് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ അതും കൂടെ ചേർത്ത് ആ ഒരു എണ്ണയിലൊന്ന് വഴറ്റിയതിന് ശേഷം എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഈ സമയത്ത് നമ്മൾ ഫ്ലെയിം കുറച്ച് വെക്കുക. എന്നിട്ട് നമ്മളിതിലേക്ക് ഒരു 3 പച്ചമുളകാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ കുറച്ചധികം പുതിനയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പച്ചമുളകും പുതിനയും കൂടെ നിങ്ങൾ ആ ഒരു ജാറിലിട്ടിട്ട് അടിക്കരുത്, അപ്പോൾ വേറൊരു ടേസ്റ്റായിട്ട് വരും. മല്ലിയില മാത്രം നമ്മൾ അടിച്ചെടുത്താൽ മതി. അപ്പോൾ ആ ഒരു പുതിനയും കൂടെ ചേർത്ത് നമ്മൾ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ സ്ട്രെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന കൈമ റൈസ് കംപ്ലീറ്റ് ആയിട്ടും ചേർത്ത് കൊടുത്തു. എന്നിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 1-2 മിനിറ്റോളം ഇങ്ങനെ വറുത്തെടുക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മളിതിലേക്ക് ഇരട്ടിന്നും കുറച്ച് വെള്ളം കുറച്ചിട്ടോ. നമ്മളിവിടെ 2.25 ഗ്ലാസ് അരിയായിരുന്നു ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. 2.25 ഗ്ലാസ് അരിക്ക് നമ്മളിവിടെ ഏകദേശം 4.5 ഗ്ലാസ് വെള്ളമാണ് വേണ്ടത്. അപ്പോൾ ഞാനിവിടെ 4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തു കേട്ടോ. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു കറക്റ്റ് അളവ്. കുറച്ച് നമ്മൾ ഇരട്ടിന്ന് കുറച്ച് കുറയ്ക്കുക. എന്നിട്ട് നമ്മൾ മിക്സ് ചെയ്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നമ്മൾ കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു വിസിലൊന്നിങ്ങനെ കേൾപ്പിക്കണം. അത് കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞ പാടിന് നമ്മൾ അതിൻ്റെ പ്രഷറൊക്കെ പോക്കുക കേട്ടോ. അത് ഫുള്ളായിട്ട് റിലീസ് ആവാനും നമ്മൾ എടുക്കരുത്, അപ്പോഴത്തേക്ക് ഒരുപാട് വെന്ത് പോകും. അപ്പോൾ നമ്മൾ പ്രഷർ പോക്കിയതിന് ശേഷം നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നല്ല അടിപൊളിയുടെ നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. നല്ല പാകത്തിനായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ അടച്ചു വെച്ചിട്ട് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് കുറച്ച് സമയം അങ്ങനെ ഇരിക്കട്ടെ. അപ്പോൾ അത് കഴിഞ്ഞൊരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഓപ്പൺ ആക്കാം കേട്ടോ. നല്ല അടിപൊളിയായിട്ടൊരു വെറൈറ്റി റൈസ് റെസിപ്പി തന്നെയാണ്. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണേ. നമുക്ക് ഇറച്ചി മീനും അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഇല്ലാത്ത സമയത്ത്, നമുക്ക് കറിയൊന്നും ഉണ്ടാക്കാൻ സമയമില്ലാത്ത സമയത്തൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഈസി റെസിപ്പിയാണ് കേട്ടോ. നെയ്ച്ചോറ് ഉണ്ടാക്കുന്ന അത്രയും സമയം മാത്രം മതി. നിങ്ങൾക്കൊരു വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പി തന്നെയാണ്. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. നമ്മൾ ഈ മല്ലിയിലയും പട്ടയും ഗ്രാമ്പും ഒക്കെ തന്നെ അടിച്ചെടുക്കുന്നുണ്ട്. പ്രത്യേക ഒരു മണവും ടേസ്റ്റൊക്കെയാണ്. കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലൊക്കെ നമുക്ക് രാവിലെ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാനൊക്കെ പറ്റുന്ന റെസിപ്പിയാണ് കേട്ടോ. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമാവുമെന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. ഫീഡ്ബാക്സൊക്കെ അറിയിക്കുകയും ചെയ്യാം കേട്ടോ ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത്. അപ്പോൾ ഞാനിതിലേക്ക് ഫിഷ് ഫ്രൈയും കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് കൂട്ടി കഴിച്ചപ്പോൾ എനിക്ക് തോന്നുന്നത് ഫിഷ് ഫ്രൈ ഒന്നും വേണമെന്നില്ല. നമുക്കൊരു പ്രത്യേകിച്ച് ഒരു സലാഡോ തൈരോ ഒന്നും വേണമെന്നില്ല കേട്ടോ. ഇങ്ങനെ മാത്രം കഴിക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം.